കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ പ്രതിഷേധത്തിൽ എസ്.പി.യെ പ്രതിഷേധക്കാർ വളഞ്ഞിട്ടാക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കയറിയ പ്രതിഷേധക്കാർ ആക്രമണം നടത്തുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ മഹ്റൂഫാണ് കേസിൽ ഒന്നാം പ്രതി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പ്രതിപ്പട്ടികയിലുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചെന്നും ജീവനക്കാരെ പൂട്ടിയിട്ട് തീയിട്ടെന്നും എഫ്ഐആറിൽ പറയുന്നു. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് CPM-ഉം മുസ്ലിം ലീഗും രംഗത്ത് വന്നു. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ജനങ്ങളുടെ സംശയങ്ങൾ നമ്മൾ കവർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 7-8 മന്ത്സായിട്ട് ഒരു പുതിയ കമ്മിറ്റി വരികയും ആ കമ്മിറ്റിയിലെ ചില ആൾക്കാരുടെ സംരക്ഷിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമ്പം ഇവിടുത്തെ ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് നേരത്തെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ പ്ലാൻഡ് വെൽ എക്സിക്യൂട്ടഡ് ക്രൈം, അങ്ങനെയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 100% എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് പൈലറ്റ് പ്ലാന്റ് ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഇവിടുത്തെ തൊഴിലാളികളായിരുന്നു. അപ്പം ഞാൻ അവരെ കണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്താന്ന്. അപ്പം ശരീരം അടിക്കുകയോ പിടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ പറയണം, ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പോലെ അത് തന്നെയാണ് ചെയ്ത്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഒരു ജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷ ആയിരുന്നു, അതും തല്ലിപ്പൊളിച്ച് അതും തീയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളവരുള്ള എല്ലാ ആൾക്കാരും ഇവിടെ പണിയെടുത്തവരാണ്. 90% ആൾക്കാരും ഇവിടെ പണിയെടുത്തവരുള്ളതായിരുന്നു. അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം മുഴുവൻ. കണ്ടെയ്നറിനകത്ത് കയറ്റിയിട്ട് കണ്ടെയ്നർ ലോക്ക് ചെയ്തിട്ട് വണ്ടിക്ക് തീയിടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആംബുലൻസ് വന്നിട്ടാണ് അവരെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ സമരത്തിനല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിന് പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്ന് ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സമരത്തിനല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിന് പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്ന് ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വർഷങ്ങളായി ഈ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ജനകീയ പ്രക്ഷോഭമുണ്ട്. നാട്ടുകാരുടെ അത്രയധികം ദുരിതത്തിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. വളരെ സമാധാനത്തോടെ പോയ ഒരു ജനകീയ പ്രക്ഷോഭം. പക്ഷെ അവിടെ ഇന്നലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, വലിയ അക്രമത്തിലേക്ക് വരെ നീങ്ങുന്നു, പോലീസിനെ വരെ ആക്രമിക്കുന്നു. മാത്രമല്ല തീയിട്ട് ഈ പ്ലാന്റിലുള്ള ജീവനക്കാരെ തീയിട്ട് കൊലപ്പെടുത്താൻ വരെ ശ്രമമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ മുസ്ലിം ലീഗും CPM-ഉം ഒക്കെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ദുരൂഹതയുണ്ടെന്ന്. പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട്, സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കണ്ടെത്തൽ എന്താണ്? ഇതിന് എന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ അനീഷ്? ടോം, നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പണ്ട് കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ കാണാറുണ്ട്, സായുധരായ ആളുകൾ ഒരു സ്ഥലത്തേക്ക് എത്തുകയും അവരൊരു വീടിന് തീയിടുക, അല്ലെങ്കിൽ ഫാക്ടറികൾ തീവച്ച് നശിപ്പിക്കുക തുടങ്ങിയുള്ള വലിയ വിഷ്വൽസ് ഒക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്നലെ നമുക്ക് താമരശ്ശേരിയിൽ കാണാൻ കഴിഞ്ഞത്. ഒരു വശത്ത് സമരക്കാരും പോലീസുമായി ഏറ്റുമുട്ടുന്നു, മറുവശത്ത് സായുധധാരികളായി കയ്യിൽ വടിയുമൊക്കെയായി ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ മുഖമൊക്കെ മറച്ച് ആദ്യം തന്നെ CCTV ഇരിക്കുന്ന ഇടത്തെ ലക്ഷ്യം വെക്കുന്നു. CCTV തകർക്കാനായി ആദ്യം ചുമതലപ്പെട്ട കുറച്ച് ആളുകൾ, മറ്റു ചില ആളുകൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടതുപോലെ ഇവിടെ കുക്കിംഗ്, അതായത് മാലിന്യ സംസ്കരണം നടക്കുന്ന അകത്തേക്ക് പോവുക, അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിക്കുക. വാഹനങ്ങളിൽ അവർ ആദ്യം ലക്ഷ്യം വയ്ക്കുന്ന കൃത്യമായി തന്നെ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളാണ്. അവിടേക്ക് തീ പടർത്തുന്നു, പിന്നീട് ഇത് ആളിക്കത്തുന്നു. ഒപ്പം പുറത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കുകളും ഒക്കെ ഈ മുറിക്കുള്ളിലേക്ക് തന്നെ എത്തിച്ച് അതും കത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു തരത്തിലും ആ പ്ലാന്റിന് തീ പിടിക്കാതിരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നടന്ന ഒരു ആക്രമണം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം.
അവസാനിപ്പിക്കാൻ പറയും. പോലീസും പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അക്രമമാണ് ഇന്നലെ നടന്നതെന്ന്. കാരണം ഒരു വശത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു, മറുവശത്ത് തീവെക്കുന്നു. ഒപ്പം ഫയർഫോഴ്സിന്റെ വാഹനം ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അതും വഴിയിൽ തടയുന്നു. ഏതാണ്ട് 1 മണിക്കൂർ വൈകിയാണ് ഫയർഫോഴ്സ് വാഹനത്തിന് പോലും ഇവിടേക്ക് എത്താൻ കഴിയുന്നത്. പ്രദേശവാസികളായ ആളുകളാണ് 90% അവിടെ അടക്കം ഇവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരായ ആളുകൾ എത്തിയാൽ തങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ ആളുകളോട് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ അവർ മടിക്കും. കാരണം ഈ കണ്ടെയ്നർ വാഹനത്തിനുള്ളിലൊക്കെ ആക്കി അടച്ചിട്ട് പോയാൽ ഈ തീ പടരുമ്പോൾ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇവിടെയുള്ളവരായിരിക്കില്ല ഈ അക്രമത്തിന് പിന്നിൽ. കഴിഞ്ഞ 6-7 വർഷമായി സമാധാനപരമായൊക്കെയാണ് സമരം ഇവിടെ നടന്നത്. നമ്മൾ തന്നെ പലപ്പോഴും സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളതുമാണ്. മുസ്ലിം ലീഗും CPM-ഉം ഈ ഫാക്ടറി ഉടമകളും ഒക്കെ പറയുന്നതും ഇവിടെയുള്ള ആളുകളല്ല. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ആരാണ് ഇതിന് പിന്നിലെ ബാഹ്യശക്തി എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം അനിവാര്യമാവുന്നു. നമുക്കൊപ്പം ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ തന്നെയുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളെ പ്രത്യേകിച്ച് നമുക്കറിയാം സംസ്ഥാനത്ത് എവിടെയായാലും മാലിന്യ പ്ലാന്റുകളോ അല്ലെങ്കിൽ ഇത്തരം സംഭരണശാലകളോ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു എതിർപ്പ് സ്വാഭാവികമാണ്. ഇപ്പോഴും അത്ര വിശാല മനസ്കതയൊന്നും നാട്ടുകാർക്കായിട്ടില്ല. കുറച്ച് നാളുകളായി നടക്കുന്ന സമരവുമാണ് അല്ലേ? ഇതുവരെ ഇതൊരു പ്രകോപനത്തിന്റെ പാതയിലേക്ക് സമരക്കാർ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 5 അല്ലെങ്കിൽ 10 തവണ സ്ഥാപനത്തിൽ സമരം ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ സമാധാനപരമായിരുന്നു. എന്ന് പറയുമ്പം അവർ കാര്യങ്ങൾ സംസാരിക്കുകയും നമുക്കതിനുള്ളൊരു വേദി ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതായത് അത് അവർ സംസാരിക്കുന്ന ന്യായമായ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ റെക്ടിഫൈ ചെയ്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെന്റ് വന്ന് പറയുന്ന മാറ്റങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സമരസമിതിയുടെ രൂപീകരണവും അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എന്തോ താല്പര്യങ്ങളായിരിക്കാമെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി പോലീസിനെ പ്രതിരോധത്തിലാഴ്ത്തി അവർ വളരെ രാവിലെ 6 മണി മുതൽ പോലീസ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് അവരെ പ്രതിരോധത്തിലാഴ്ത്തി പെട്ടെന്നുണ്ടാകുന്ന ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യുകയും ആ വയലൻസിന്റെ ഭാഗമായിട്ട് അവരുടെ ശ്രദ്ധ പൂർണ്ണമായും അതിലേക്ക് മാറ്റി ഇവിടെ വേറൊരു രീതിയിലും തൊഴിലാളികളും ചുരുക്കം പോലീസ് ഉദ്യോഗസ്ഥരും ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ആക്രമണമാണ് നടന്നത്. ആ ആക്രമണത്തിൽ ഒരു കാരണവശാലും ഫാക്ടറി നശിപ്പിക്കൽ മാത്രമാണെന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയും ക്രൂരമായ രീതിയിലാണ് തൊഴിലാളികളോട് പെരുമാറിയിരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ ഗ്യാസ് കുറ്റി തുറന്നു വിട്ട് കത്തിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ബോയിലറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ബൈക്ക് കത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവരെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യുക. അതല്ലാതെ ഒരു സമരം നടത്തി അതിൻ്റെ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ള അല്ലായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് ഞങ്ങൾക്കും മനസ്സിലാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ വന്നപ്പോൾ തന്നെ ഒരു വയലന്റ് മോബ് ഈ മുഖമൊക്കെ മറച്ച് അല്ലെ CCTV ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു, പോലീസുകാരെ മർദ്ദിക്കുന്നു, പിന്നീട് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. ഒരു പ്ലാന്റ് എക്സിക്യൂഷൻ തന്നെ. നമുക്ക് അതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഇപ്പോൾ ഒരു പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതേവരെ ഇവിടെ കാണാത്ത ഒരു സമരമുറയായിരുന്നു ഇന്നലെ ഇവിടെ സംഭവിച്ചത്. ഒരിക്കലും ഒരു സമരം എന്ന് ഞാൻ പറയില്ലേ, അതിന് സമരം എന്ന് വിളിക്കുന്നത് പോലും നമ്മൾ പറയുന്നത് ഭയങ്കര ആ സമരം എന്നുള്ള വാക്കിനോടുള്ള ബഹുമാനം പോലും നമുക്ക് പോകുന്ന രീതിയിലായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുക. കാരണം യൂണിഫോമിട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നേരെ കൈ ഉയർത്തുന്ന രീതി പോലും ഒട്ടും ഭയത്തോടു കൂടിയല്ല, അതായത് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കാരണം സ്ഥിരമായി നിങ്ങൾ ഇവിടുത്തെ സമരക്കാരെ അവരുമായി ഇടപെടുന്നു, അവരുമായി ചർച്ചകൾ നടത്താറുണ്ട്, അങ്ങനെയുള്ള പരിചയമുള്ള മുഖങ്ങളാണോ? ഒരു 99% ആൾക്കാരും പ്ലാന്റിനകത്തേക്ക് വന്ന ആൾക്കാരും മുഖം മറച്ചിട്ടും ഹെൽമെറ്റ് വെച്ചിട്ടുമാണ് വന്നിരിക്കുന്നത്. അറിയാവുന്ന കുറച്ച് മുഖങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളെ മർദ്ദിച്ചപ്പോൾ അവർക്ക് അറിയാവുന്ന കുറച്ച് മുഖങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫാക്ടറി കത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു പോകുന്നുള്ളതാണ്. അവർ ആൾക്കാരെ മൃഗീയമായ രീതിയിൽ കൊല്ലുക, ഒരു കൂട്ടക്കൊലയായിരുന്നു എക്സ്പെക്ട് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പൂട്ടിയിട്ടിട്ട് ക്യാൻറ്റീനകത്തൊന്ന് പൂട്ടിയിട്ടിട്ട് ഗ്യാസ് തുറന്നു വിട്ടിട്ട് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് എന്തോ ദൈവാധീനം കൊണ്ട് അത് കത്തിയില്ല. അങ്ങനെയൊക്കെ കത്തിയായിരുന്നെങ്കിൽ അതിനകത്തുള്ള 16 തൊഴിലാളികളുണ്ടായിരുന്നു. അവരുടെ
ജീവനും മൊത്തമായിട്ട് പോയല്ലോ. അത് ഒരു കത്തിക്കലോ അല്ലെങ്കിൽ ആ സമരം എന്ന് പറയുന്നതല്ല ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് ഒരു അഴിഞ്ഞാട്ടമാണെന്നാണ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അത് ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് ബാബു ചേട്ടൻ അല്ലേ? എന്തായിരുന്നു സംഭവിച്ചത്? അതൊരു എനിക്ക് തോന്നുന്ന ഒരു അവിടെ സമരം നടക്കി ഇവിടെ ഈ ഇതിലെല്ലാം ഓടി ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു 10-75 ആളോട് കൂടി ഒരു ആള് ഉണ്ടായിരുന്നു. അവരിങ്ങോട്ട് വന്ന് കയറി. പിന്നെ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ പോലീസുകാരെ ഉള്ളതിന് കുറഞ്ഞ പോലീസുകാരെ അവിടെ മാറി നിൽക്കുന്ന പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ മാറില്ല, രക്ഷയില്ലാതായി വന്നപ്പോൾ അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യം CCTV ഒന്ന് ഇവിടെ 2-3 CCTV അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ടും അടിച്ച് പൊളിച്ചു. അപ്പോഴത്തേനും ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനൊരു റൂമുണ്ട്. ആ റൂമിലേക്ക് ഞങ്ങൾ കയറി അവിടെ റൂമിൽ അടച്ചിട്ട് നിൽക്കുക. അപ്പം ഈ റൂമൊക്കെ ചവിട്ടി പൊളിക്കാൻ അവർ നോക്കുന്നത്. അല്ലാണ്ട് ഇപ്പം മുതലാളിമാർ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഒരു പ്ലാന്റ് നശിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയല്ല അതിനകത്ത് വന്നത്. കാരണം ഞങ്ങളതിനകത്ത് അന്നേരം ഇവിടെ ഒരു 10-40 ആളുകളും ഉണ്ട്. തൊഴിലാളികൾ ഹിന്ദിക്കാരും അല്ലാതെ ഇവിടെയുള്ള തൊഴിലാളികളെല്ലാം കൂടി 10-40 ആളുണ്ടായി ഒരു 2 റൂമിലായിട്ട്. അതിലൊരു റൂമാണ് ഇവർ 2-3 ആൾ നിന്ന ഒരു റൂമാണ് ഇവർ തല്ലി പൊളിച്ചിട്ട് അതുപോലെ തല്ല് ചെയ്തു. അതിന് ശേഷമാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്, ഇതിലേക്ക് പോകുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും. ആ ഓട്ടോറിക്ഷ ഞാൻ രാവിലെ പണിക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണ്. അത് ഇല്ലെങ്കിൽ അമ്പായത്തോടിട്ട് ഓടുന്ന ഒരു ഓട്ടോറിക്ഷ. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ ഇതിനുള്ളിലേക്ക് തള്ളി കയറ്റി വെച്ചിട്ട് അതിനകത്തിട്ടാണ് തീ കത്തിക്കുന്നത്. അതിൽ കുറേ ബൈക്കുകളും എല്ലാം കൂടെ ഈ പ്ലാന്റിനുള്ളിൽ കയറ്റിയിട്ടാണ് കത്തിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയോടല്ല ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ തൊഴിലാളികളെ വരെ ആക്രമിക്കുന്ന ഒരു സമീപനം. അതിൽ കുറഞ്ഞ ആൾക്കാർ ഇവിടെ ആദ്യം പണിയെടുത്തവരാണ്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ തല്ലുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തല്ലുവിനോട് പറയുന്നത് ഒരാളെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് കൊന്നിട്ടാണ് ഞങ്ങൾ പോകുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് തലയ്ക്കാണ് തല്ലെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തല്ല് വന്നപ്പോഴത്തേനും ഒരാൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അയാൾ മരിച്ചില്ല. ഇപ്പോൾ തന്നെ നല്ല ഇഞ്ചുറി ആയിട്ട് അവിടെ ഉണ്ട്, ബേബിയിലുള്ളത്. അപ്പോൾ അയാളുടെ സ്ഥിതി എന്തെന്നാണ് കൃത്യമായിട്ടൊന്നും ആയിട്ടില്ല, വിവരം പറയാനുണ്ട്. അതാണ് ഇന്നലെ ചേട്ടൻ്റെ അടി കിട്ടിയോ? അവർ പിടിച്ചോ? ഇല്ല, അടിക്കാൻ ഞങ്ങൾ എന്താ ഇത് തല്ല് പിടിച്ച് നിൽക്കാം. ഞങ്ങൾ 10-20 ആള് ഒരു റൂമിലുള്ള ആൾക്കാരെല്ലാം കൂടെ ബാധ തല്ല് പിടിക്കുക. കല്ലെറിയുന്നുണ്ട്. കല്ല് ഏറ് വന്നിട്ട് ഈ ഷീറ്റിന്റെ ഏറ് കൊണ്ടിട്ട് ഷീറ്റ് തുളയുക. അപ്പൊ അത്രമേ ക്രൂരമായിട്ടുള്ള ഒരു അവർ ചെയ്യുന്നതെന്നു വെച്ചാൽ കമ്പനിയോടല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിതിനകത്ത് പണിയെടുക്കുന്ന ആൾക്കാരോട് പോലും ഒരു ദയയില്ലാത്ത ഒരു പരിപാടിയാവും ഇന്നലത്തേക്ക്. എത്ര നാശം മെയിൻ പ്ലാന്റിന്, ഈ ബ്രോയിലറൊക്കെ ഇരിക്കുന്ന ഈ കുക്കിംഗ് ഏരിയ അല്ല, അതായത് ഈ ഇറച്ചിക്കോഴി മാലിന്യം അത് കുക്ക് ചെയ്തിട്ടാണ് പിന്നീട് ഉണക്കി പൊടിച്ച് കാലിത്തീറ്റയായി മാറ്റുന്നു അല്ല, അതല്ല നടക്കുന്നത്. അത് എത്ര വലിയ അതിൽ നഷ്ടം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ നഷ്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുള്ളൂ. പ്രഥമ ദൃഷ്ടിയ കാണുന്നത് ഒരു 4 കോടി രൂപയുടെ മുകളിലുള്ള ലോസ് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇതിനകത്തുള്ള പല സാധനങ്ങളും, ഇപ്പോൾ ബയോബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഒരു 10-15 ലെയർ പല മെറ്റീരിയലുകളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അതിനകത്ത് ബാക്ടീരിയനെ വളർത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ ETP നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണ്. അത് ഞങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ലൈസൻസ് റിന്യൂവൽ ചെയ്തു തരുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ബഹുമാനപ്പെട്ട ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതെല്ലാം നശിപ്പിച്ചിട്ടാണ് ചെയ്തത്. അതിന്റെ ഡെപ്ത് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഈ നേരം വരെ. അപ്പം പോലീസ് നടപടികൾ കഴിഞ്ഞ് ഫാക്ടറി ഞങ്ങൾ തുറക്കുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഫാക്ടറി പുനരാരംഭിക്കും എന്നുള്ള പ്ലാനിൽ തന്നെയുള്ളത്. മുന്നിൽ മുട്ടുമടക്കില്ല. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ഇവിടെ ശക്തമായ പോലീസ് ഉണ്ട്, ശക്തമായ ഭരണ സംവിധാനങ്ങളുണ്ട്, ശക്തമായ ഉദ്യോഗസ്ഥരുണ്ട്, ശക്തമായ പ്രതിപക്ഷമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഉള്ളൊരു സ്ഥലത്ത് എനിക്കൊരു ഫാക്ടറി നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി എവിടെ പോയിട്ടും ഫാക്ടറി നടത്തുമെന്ന് തോന്നില്ല. അപ്പം ഇത് മുട്ടുമടക്കുന്നുള്ള അങ്ങനത്തെ ഒരു വെല്ലുവിളിയൊന്നും കൺസേൺ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു ഏരിയ മൊത്തം വേറൊരു രീതിയിലേക്ക് ചിത്രീകരിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഏരിയയിൽ ആൾക്കാർ നിർബന്ധിതരാവുകയാണ് ഇതിന്റെ പുറകെ നിൽക്കാൻ. അതാണ് ഇവിടെ നടക്കുന്ന ഇൻസിഡന്റ്. ഇപ്പം ഇതിനകത്ത് ഫ്രണ്ട് ലൈനിൽ നിന്ന് എത്ര ആൾക്കാർക്ക് ഈ അക്രമത്തെക്കുറിച്ച് അറിയുന്നത് എനിക്കറിയില്ല. അപ്പം അവരറിയാത്ത ആൾക്കാരാണെങ്കിൽ അവരെല്ലാവരും ഇതിനകത്ത് പെട്ടില്ലേ. അപ്പോൾ അവർ നിർബന്ധിതരായി, ഇനിയൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇഷ്യൂവിന്റെ പുറകെ നിൽക്കാൻ അവർ നിർബന്ധിതരാണ്. അപ്പോൾ അതൊരു വെൽ പ്ലാൻഡ് എക്സിക്യൂട്ടഡ് ക്രൈമാണ്. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് എക്സിക്യൂട്ടഡ്. അപ്പം അത് പോലീസ് അന്വേഷിച്ച് അതിന്റെ മുറയ്ക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തിലും പോലീസിലും 100% വിശ്വാസമുണ്ട്. കാരണം പോലീസ് അത്രയും സംയമനം പാലിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ്
അത് ഒരു വലിയൊരു വയലൻസിലേക്ക് പോകാതെ തന്നെ അത്രയും ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിട്ട് പോലും അവരത് മാക്സിമം നോക്കി. നിങ്ങൾ പോലീസുകാരെ അടിക്കുന്ന വീഡിയോസൊക്കെ കണ്ടാൽ അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാവും. ഒരു ഭയവുമില്ല. നമുക്ക് ജില്ലയിൽ ഒറ്റ പ്ലാന്റാണ്. ഈ കോഴിക്കോട് ജില്ല വളരെ വലിയ ഒരു ജില്ലയാണ്. മറ്റു പല ജില്ലകളിലും ഒന്നിലധികം പ്ലാന്റുകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒറ്റ പ്ലാന്റാണ്. അത് ഒരു വികേന്ദ്രീകൃതമല്ലാതെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സംസ്കരണം നടത്തുന്നത്. അതും ഈ സമരക്കാരും നിങ്ങൾക്ക് എതിർക്കുന്നവരും ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു പ്ലാന്റ് മാത്രം ജില്ലയിൽ നിലനിൽക്കുന്നു? നിലവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹർജി പ്രകാരം ജില്ല ക്വാണ്ടിഫൈ ചെയ്യണം. ജില്ലയിൽ ഒരു പ്ലാന്റ് അല്ല, ജില്ലയിൽ 3 പ്ലാന്റിന് പുതിയതായി പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പണികൾ നടക്കുന്നുണ്ട്. ക്വാണ്ടിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും കോഴിക്കോട് ജില്ലയിൽ 200 ടൺ മാലിന്യമൊന്നുമില്ല. എൻ്റെ ഫാക്ടറിയിൽ 20 മുതൽ 25 വരെയുള്ള മാലിന്യമാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് 100% എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം എന്നെക്കാളുപരി സമരസമിതി ഒരു ക്യാമറ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമറയുടെ കണ്ണിൽ പെടാതെ ഈ ഫാക്ടറിയിലേക്ക് ഒരു വാഹനം കണ്ടില്ല. നിങ്ങൾ ഇതിന്റെ ഭൂപ്രകൃതി കണ്ടല്ലോ, ഈ വഴിയിലൂടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മുടെ വെയ്യിങ് മെഷീനും പുറത്താണ് വെച്ചിരിക്കുന്നത്. ആ വെയ്യിങ് മെഷീന്റെ ഡിസ്പ്ലേ ബോർഡ് പുറത്ത് വെക്കണം. ഇതായിരുന്നു ലാസ്റ്റ് കണ്ടീഷൻ. ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ മുമ്പിലിരുന്ന ചർച്ചയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് കണ്ടീഷനാണ്. ആ കണ്ടീഷനും പാലിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, പ്രശ്നപരിഹാരമല്ലായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആയിരുന്നു എന്നത് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യം വരികയാണ്. അത് നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഈ സമരസമിതിയിൽ ഇപ്പോൾ ഉണ്ടോ? നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ ജീവനക്കാരായ ആളുകൾ? ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പോലും സമരത്തിന്റെ ഭാഗമല്ല. മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് സമരത്തിന്റെ ഭാഗമായുള്ള ആളുകളുണ്ട്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബേബിയിൽ അഡ്മിറ്റ് ആയ നമ്മുടെ ഒരു സ്റ്റാഫുണ്ട്, ശ്രീജിത്ത്. അവന്റെ ഹെഡ് ഇഞ്ചുറി വെട്ടിയിരിക്കുന്ന ആള്, അവനെ തല്ലിയ 2 പേരെ ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവർ കൊണ്ട് പഴയതായിരുന്നു, അതുകൊണ്ട് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ അറിയില്ല. ടോം, ഇതാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. സമരക്കാർ മാത്രമെന്ന് കരുതാൻ കഴിയില്ല. കാരണം സമരക്കാരെ ഈ തൊഴിലാളികൾക്ക് അറിയാവുന്നവരാണ്. അവർ കുറച്ച് നാളുകളായി സമര രംഗത്തുള്ളവരാണ്. ആളുകളെ ഒരുപക്ഷെ ജീവഹാനി വരുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ പ്രകോപനപരമായ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് കരുതുന്നു. കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പരിചയമാക്കിയാണ് ഈ സമരവുമായി. തീർച്ചയായും അത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതിന് പിന്നിൽ അത്രയധികം ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അനീഷ്, 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. FIR-ൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണുള്ളത്. ഇത് ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണം. കാരണം വിവിധ രാഷ്ട്രീയ കക്ഷിയിലുള്ളവർ, അവിടുത്തെ നാട്ടുകാരൊക്കെയായിരുന്നു പ്രതിഷേധത്തിനുണ്ടായിരുന്നത്. എന്തെങ്കിലും സൂചനയുണ്ടോ? അതായത് പുറമേ നിന്ന് ആരെങ്കിലും ആസൂത്രിതമായി ഈ സമരത്തിന് എത്തി ബോധപൂർവം ഇത്തരമൊരു കലാപം സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ അവിടെ കയറി കൂടി കാണുമോ? എന്താണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ? അല്ലെങ്കിൽ ഇവർക്ക് ഈ ഉടമയ്ക്ക്, ഈ പ്ലാന്റ് ഉടമയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടോ? ടോമോ, 321 പേർക്കെതിരെയാണ് ഇതുവരെ കേസെടുത്തിരിക്കുന്നത്. 6 FIR-കൾ ഇതിനകം ഇട്ടുകഴിഞ്ഞത് താമരശ്ശേരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെ വാർഡ് അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി മെഹറൂഫ് എന്നിവരടക്കമുള്ള നിരവധി ആളുകൾ ഈ കേസിൽ പ്രതിയായിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ ലീഗിന്റെയും CPM-ന്റെയും ഒക്കെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട അംഗങ്ങൾ, അതായത് പഞ്ചായത്ത് അംഗമായാലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായാലും, അവർ ജനകീയ വികാരം പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനായാണ് ആ രംഗത്ത് നിലയുറപ്പിച്ചത്. അവരൊന്നും പ്രകോപനപരമായ ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗും CPM-ഉം പറയുന്നത് ഈ സാധാരണക്കാരായ നാട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയധികം വർഷങ്ങളായി പ്രക്ഷോഭം നടത്തുന്ന ആളുകളാണെങ്കിൽ അവരിത്തരം ഈ കലാപ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണോ ഈ ലീഗും CPM-ഉം ഒക്കെ പറയുന്നത്? അവരുടെ നേതാക്കളൊക്കെ സമരത്തിലുണ്ട്. ഇപ്പോൾ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി മെഹറൂഫ്, അദ്ദേഹം ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. ഈ പഞ്ചായത്ത് അംഗമായ ഒരു വനിത അടക്കമുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ നിങ്ങളുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്ന ആളുകൾ ഒക്കെയല്ലേ? അവരും ഉണ്ടായിരുന്നല്ലേ ഈ സമരത്തിന് മുൻനിരയിൽ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സമരത്തിനൊരു രാഷ്ട്രീയ ചായ്വുള്ളതായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ജനകീയ ഒരു മുഖം വരുന്ന സമയത്ത് അതിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത്, അവരെല്ലാവരും ഇതിന്റെ ഫ്രണ്ട് ഫേസിൽ വന്നു പെട്ടു എന്നുള്ള രീതിയിലാണ് എനിക്ക്, മേ ബി വി ആർ റോങ്, ശരിയാണോ തെറ്റാണോ ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് ആരും ഈ നേരം വരെ സംസാരിച്ചിട്ടില്ല. പിന്നെ അവരെല്ലാവരും ഫ്രണ്ടിലാണുള്ളത്. ഈ അക്രമം നടക്കുന്നത് അതിൽ നിന്നും വിട്ടിട്ട് വേറൊരു ഏരിയയിലാണ് നടക്കുന്നത്. അപ്പം അവർക്ക് അറിയോ ഇല്ല എന്നുള്ളത് അവരുമായിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് അവരുമായിട്ട് ഡിസ്കസ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു മറയാക്കി അവർ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്തൂടെ
അക്രമകാരികൾ പ്ലാൻ അതെ, അതാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്ന വേർഷൻ. അതല്ല, അതിനെക്കുറിച്ച് ബാക്കി എന്താണെങ്കിലും ബാക്കി നിയമ നടപടികൾ വരുന്ന സമയത്ത് പോലീസും അവരുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാകത്തുള്ളൂ. ഫ്രണ്ടിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എത്രത്തോളം അറിയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏരിയയിലുള്ള ആൾക്കാർ സമരം നടത്തുമ്പോൾ അതിലൊരിക്കലും ഒരു വയലൻസ് ഇന്നേ വരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രിക്കോഷൻ ഒന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സമരം നടത്തുന്നു, സ്വാഭാവികമായിട്ടും അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യാമെന്നുള്ള അതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട താമരശ്ശേരി DYSP ഇവരെ വിളിച്ച് ഇവിടെ വന്ന് ഒരു മീറ്റിംഗിൽ പറയുകയും ചെയ്താൽ. അപ്പം ആ സമയത്ത് സമരത്തിൻ്റെ ആൾക്കാർ ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞു മുമ്പോട്ട് പോവുകയുണ്ടായത്. ഏറ്റവും രസകരമായ സംഭവം, ഈ ഫാക്ടറിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ട്, സമരസമിതിയുടെ ക്യാമറ, അതും കാണാനില്ല. അതാണ് ആ സമരസമിതിയുടെ ക്യാമറയും കാണാനില്ല. എന്തായാലും ഉടമകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നത് നേതാക്കളെയും ജനങ്ങളെയും ഒക്കെ ഒരു പരിചയമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം മറ്റൊരു വശത്തൂടെ അക്രമം നടത്തിയെന്ന് തന്നെയാണ്. എന്തായാലും വളരെ ഗൗരവമുള്ള അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവമായി തന്നെ ഈ ഫ്രഷ് കട്ടിലെ സമരം മാറിയിരിക്കുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. എന്തായാലും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്തണം. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്.